RBI റേറ്റ് കട്ടിനെ തുടർന്നുണ്ടായിട്ടുള്ള മുന്നേറ്റം മാർക്കറ്റിൽ ഈ ആഴ്ച വ്യാപാരം ആരംഭിക്കുമ്പോഴും തുടരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 25,000-ന് മുകളിൽ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പോടുകൂടി ഏകദേശം 150 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പോടുകൂടിയാണ് മാർക്കറ്റ് വ്യാപാരം ആരംഭിച്ചത്. എങ്കിൽ കൂടി ആ ഒരു ഗെയിൻ മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യാതെ സസ്റ്റെയിൻ ചെയ്യാതെ കുറച്ച് പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് മാർക്കറ്റ് പിന്നീട് വന്നു. ആ ഒരു ഫാസിനേറ്റിംഗ് ഫിഗർ എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. അതിന്റെ മുകളിലുള്ള ഒരു ക്ലോസിംഗ് തന്നെ തുടർന്ന് വരും ദിവസങ്ങളിലുള്ള ഒരു ശുഭസൂചന തന്നെയാണ് നൽകുന്നത്. എടുത്തു പറയേണ്ടത് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായ മുന്നേറ്റമാണ്. നിഫ്റ്റി 2025-ലെ ഏറ്റവും ഉയർന്ന ക്ലോസിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ബാങ്ക് നിഫ്റ്റി റെക്കോർഡ് നിലവാരത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതിന് എന്തായാലും കാരണം തന്നെ RBIയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി തന്നെയാണ്. RBIയുടെ ഈ റേറ്റ് കട്ട് ഇളവുകൾ പൊതുജനങ്ങളിലേക്ക്, ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇന്ന് തന്നെ അവരുടെ ലെൻഡിംഗ് റേറ്റുകളിൽ മാറ്റം വരുത്തി എന്നുള്ള വാർത്തകൾ വരുന്നു. അതേ തുടർന്ന് തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന്റെ ബേസ് ചെയ്തുകൊണ്ട് ബാങ്കിങ് സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലാണ് ഇന്ന് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് കോട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവ 2% മുന്നേറ്റം രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ നിന്ന് ജിയോഫിൻ, കോട്ടക് ബാങ്ക്, ബജാജ് ഫിനാൻസ്, ട്രെൻഡ്, ആക്സിസ് ബാങ്ക് എന്നിവ ഉയർന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയവരാണ് ഇന്ന് നിഫ്റ്റിയിലെ മേജർ ഗെയിനേഴ്സ്. അതോടൊപ്പം തന്നെ HNL, ICICI ബാങ്ക്, ടൈറ്റാൻ, M&M, അദാനി പോർട്സ് എന്നിവ ഇന്ന് നിഫ്റ്റിയിലെ മേജർ ലൂസേഴ്സായിട്ട് മാറുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ മാർക്കറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ടോക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്ക ട്രേഡ് ടോക്സും. ഈ രണ്ട് കാര്യങ്ങൾ മാർക്കറ്റിൽ വളരെ അധികം ആകാംക്ഷയോടുകൂടിയാണ് നിക്ഷേപകർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓപ്ഷൻ ഡാറ്റാസിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇൻ ദ മണി ഓപ്ഷൻസിലും പ്രത്യേകിച്ച് ഇൻ ദ മണി പുട്ട് ഓപ്ഷൻസിൽ വളരെയധികം അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 25,100, 25,150 എന്നീ കോൾ ഓപ്ഷനുകളിലാണ് കൂടുതൽ കോൺസെൻട്രേഷനും ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നൽകുന്നത് മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ, ഇനി ഒരു മേജർ റാലി ഈ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എങ്കിൽ കൂടി വരും ദിവസങ്ങളിൽ നല്ലൊരു ശുഭ ട്രെൻഡ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രീ മാർക്കറ്റിൽ കാണാം. താങ്ക് യു.